ഇന്ന് നമ്മൾ നോക്കുന്നത് 92/2025 ക്വസ്റ്റ്യൻ കോഡാണ്. ക്വസ്റ്റ്യൻ കോഡ് 92/2025 ആണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്ന് പറയണം. 1809 കുണ്ടറ വിളംബരം നടത്തി. ശരിയാണോ? 1809 കുണ്ടറ വിളംബരം നടത്തി എന്ന് പറയുന്നത് ശരിയാണോ? അത് തെറ്റാണ് അല്ലെ? വേലുത്തമ്പി ദളവയാണ് അല്ലെ? വേലുത്തമ്പി ദളവയാണ് 1809 കുണ്ടറ വിളംബരം നടത്തിയത്. അടുത്തത് 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ശരിയാണ് അല്ലെ? ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നമ്മുടെ 1741 കുളച്ചൽ യുദ്ധത്തിലെ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. തൃപ്പടിദാനം നടത്തിയ രാജാവാണ്. മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയിട്ടുണ്ടോ അന്ന? ഉണ്ട് അല്ലെ? തൃപ്പടിദാനം നടത്തിയിട്ടുണ്ട്. ഏത് വർഷമായിരുന്നു? 1750 അല്ലെ? 1750 ജനുവരി 3-നായിരുന്നു അല്ലെ? ജനുവരി 3-നായിരുന്നു. 1721 ആറ്റിങ്ങൽ കലാപം നയിച്ചു. അത് ശരിയാണോ? 1721 ആറ്റിങ്ങൽ കലാപം നയിച്ചിട്ടുണ്ടോ? ഇല്ല, അത് തെറ്റാണ് അല്ലെ? അപ്പൊ മാർത്താണ്ഡവർമ്മയുമായി ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയായിരുന്നു? 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. തൃപ്പടിദാനം നടത്തി. ഏത് വർഷ? 1750 ജനുവരി 3-നായിരുന്നു. ഇനി 1809 കുണ്ടറ വിളംബരം നടത്തിയതാരാ? അത് വേലുത്തമ്പി ദളവയാണ് അല്ലെ? 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടത്തിയതാരാ? അത് നമ്മുടെ വേലുത്തമ്പി ദളവയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവം. കറുപ്പ് യുദ്ധം, ബോസ്റ്റൺ ടീ പാർട്ടി, ടെന്നീസ് കോർട്ട് അസംബ്ലി, ഫെബ്രുവരി വിപ്ലവം. ഏതായിരിക്കും? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടത് കറുപ്പ് യുദ്ധമാണ് അല്ലെ? ചൈനയും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് അല്ലെ? ചൈനയും ബ്രിട്ടനും തമ്മിൽ നടന്ന യുദ്ധമാണ് എന്ത്? കറുപ്പ് യുദ്ധം എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചശീല തത്വങ്ങൾ എന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ അല്ലെ? ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ നോക്കിയപ്പോഴുണ്ടായ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതാ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. പഞ്ചശീല തത്വങ്ങൾ എന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയും ചൈനയുമാണ് അല്ലെ? വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതാ വർഷം? 1954 അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ, MT വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി. MT വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി ഏതാ? പത്മവിഭൂഷൺ ആണ് അല്ലെ? പത്മവിഭൂഷൺ ആണ് MT വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതിയാണ് പത്മവിഭൂഷൺ. ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 1945 ഒക്ടോബർ 24-നാണ് നിലവിൽ വന്നത്. കറക്റ്റ് ആണോ? ശരിയാണ് അല്ലെ? ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24-നാണ്. അതുപോലെ അടുത്ത ഓപ്ഷൻ നോക്ക്. 49 നവംബർ 26-നാണ് നിലവിൽ വന്നത്. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു 45 ഒക്ടോബർ 24-നാണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ 49 നവംബർ 26 എന്നുള്ളത് തെറ്റാ. ഈ ഓപ്ഷൻ തെറ്റാണ്. നോർവേക്കാരനായ ട്രിഗ്വേലിയാണ് ആദ്യത്തെ സെക്രട്ടറി ജനറൽ. ഇത് കറക്റ്റ് ആണോ? നോർവേക്കാരനായ ട്രിഗ്വേലിയാണോ? അതെ അല്ലെ? നോർവേക്കാരനായ ട്രിഗ്വേലിയാണ് ആദ്യത്തെ സെക്രട്ടറി ജനറൽ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഈ സംഘടന നിലവിൽ വന്നത്. ശരിയാണോ? അത് രണ്ടാം മഹായുദ്ധത്തിന് ശേഷമായിരുന്നോ? ശരിയാണ് അല്ലെ? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമായിരുന്നു ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത്. അപ്പൊ ഈ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതൊക്കെയാ ശരിയായത്? 49 നവംബർ 26 എന്ന് പറഞ്ഞത് ഒഴിച്ച് ബാക്കിയെല്ലാം കറക്റ്റ് ആയിരുന്നു അല്ലെ? 45 ഒക്ടോബർ 24-നാണ് ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത്. ആദ്യത്തെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് നോർവേക്കാരനായ ട്രിഗ്വേലി ആയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് അല്ലെ? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് എന്ത്? ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, 1857 നടന്ന ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന പറയണം. മംഗൽ പാണ്ഡെയായിരുന്നു ആദ്യ രക്തസാക്ഷി. ഓപ്ഷൻ എ കിടക്കുന്നത് മംഗൽ പാണ്ഡെയായിരുന്നു ആദ്യ രക്തസാക്ഷി. യെസ്, കറക്റ്റ് ആണ്. ഹിന്ദു മുസ്ലിം ഐക്യം സമരത്തിന്റെ പ്രധാന സവിശേഷതയായിരുന്നു. 1857 കലാപത്തിന്റെ പ്രധാന സവിശേഷതയായിരുന്നു എന്ത്? ഈ ഒരു ഹിന്ദു മുസ്ലിം ഐക്യം. കലാപശേഷം ഇന്ത്യയുടെ ഭരണ ചുമതല ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു. ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നോ?
ഉണ്ട് അല്ലെ. അപ്പൊ ഈ വായിച്ച 3 പ്രസ്താവനകളും എന്താണ് 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയാണ്. എന്നാൽ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ഝാൻസിയിലാണ്. ഇത് ശരിയാണോ? ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ഝാൻസിയിലാണോ? അല്ല, മീററ്റിലായിരുന്നു പൊട്ടിപ്പുറപ്പെട്ടത് അല്ലെ. 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു ഈ നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെ പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാ? മംഗൽ പാണ്ഡെയായിരുന്നു ആദ്യത്തെ രക്തസാക്ഷി. ഹിന്ദു മുസ്ലിം ഐക്യം സമരത്തിന്റെ പ്രധാന സവിശേഷതയായിരുന്നു. കലാപശേഷം എന്ത് ചെയ്തു? ഇന്ത്യയുടെ ഭരണം നേരിട്ട് ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു അല്ലെ. അപ്പൊ ഝാൻസിയിൽ ആരാ കലാപത്തെ നയിച്ചത്? അത് റാണി ലക്ഷ്മിബായി ആയിരുന്നു അല്ലെ. ലക്ഷ്മിബായി ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ട്രോപ്പോസ്ഫിയറിലെ ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറയുന്നു. ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരെന്താണെന്ന്. ട്രോപ്പോസ്ഫിയറിലെ ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതില് താപനില കുറയുന്നു. ഇതിനെ പറയുന്ന പേരെന്താ? ക്രമമായ താപനഷ്ട നിരക്ക് അല്ലെ. ശരിയാണ്, ക്രമമായ താപനഷ്ട നിരക്ക് എന്നാണ് പറയുന്നത്. ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലിയേറ്റം അല്ലെ. വേലി ഏതാണ്? ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ ഏത് വേലിയാ? അത് വാവുവേലിയാണ് അല്ലെ. വാവുവേലിയാണ്. ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്നത് ഏതാ? വാവുവേലിയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു റിലേറ്റഡ് ഫാക്ട് പറയാം. ഇത് 90 ഡിഗ്രി കോണീയ അകലത്തിൽ വരുമ്പോഴുണ്ടല്ലോ, ഭൂമിയും ചന്ദ്രനും സൂര്യനും 90 ഡിഗ്രി കോണീയ അകലത്തിലാണെങ്കിൽ അപ്പോൾ സംഭവിക്കുന്ന വേലികളെ നമ്മൾ എന്തു പറയും? സപ്തമി വേലികൾ എന്ന് പറയും. അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ പരീക്ഷയ്ക്ക്. അപ്പൊ ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിലാണെങ്കിൽ വാവുവേലി, എന്നാൽ സൂര്യനും ചന്ദ്രനും ഭൂമിയും 90 ഡിഗ്രി അകലങ്ങളിൽ വരുമ്പോഴാണെങ്കിൽ അതെന്താ? അത് സപ്തമി വേലി എന്ന് പറയും അല്ലെ. സപ്തമി വേലി എന്ന് പറയും. ഈ വാവുവേലി കഴിഞ്ഞ് 7-ാം ദിവസം അങ്ങനെ എന്തോ ആണ്. അപ്പൊ സപ്തമി വേലി എന്ന് പറയും അല്ലെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സുബൻസിരി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? സുബൻസിരി ഏത് നദിയുടെ പോഷക നദിയാ? സുബൻസിരി എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയുടെ അല്ലെ. ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളാണ് ഏതൊക്കെയാ? സുബൻസിരി, ലോഹിത്, വേറെ ഏതായിരുന്നു? മനാസ് അല്ലെ, ടീസ്റ്റ. ഇതെല്ലാം ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളാണ് അല്ലെ. ടീസ്റ്റ, മനാസ്, ലോഹിത്, സുബൻസിരി, ഇതെല്ലാം ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളാണ്. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജൈവ മണ്ഡലം ഏതാണെന്ന്? അത് നീലഗിരി അല്ലെ. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജൈവമണ്ഡല കേന്ദ്രമാണ് ഇത്. നീലഗിരിയാണ് കേട്ടോ. നീലഗിരി. തൂവൽ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളെ പറയുന്ന പേരെന്ത്? തൂവൽ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളെ പറയുന്ന പേര് സിറസ് മേഘങ്ങളാണ് അല്ലെ. തൂവൽ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? പഞ്ചവടി എക്സ്പ്രസ്. ശരിയാണ്, പഞ്ചവടി എക്സ്പ്രസ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM സ്ഥാപിച്ച ട്രെയിൻ പഞ്ചവടി എക്സ്പ്രസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ കൃഷോന്നതി യോജനയിലെ കുട പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ഓക്കെ, ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ കൃഷോന്നതി യോജനയിലെ കുട പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ഞാൻ ഓപ്ഷൻസ് വായിക്കാം. മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ, ഇതുണ്ടോ? മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ MDH ഉണ്ട് അല്ലെ. MIDH ഉണ്ട്. രാഷ്ട്രീയ കൃഷി വികാസ് യോജന, അതുണ്ടോ? രാഷ്ട്രീയ കൃഷി വികാസ് യോജന ഇല്ല. രാഷ്ട്രീയ കൃഷി വികാസ് യോജന ഇല്ല. നാഷണൽ മിഷൻ ഫോർ
സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഉണ്ടോ? നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ NMSA അതുണ്ട്. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ 3 സംഘടനകളും ചേർന്നാണ് ഏതൊക്കെയാണ്? MIDH മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഫോർ ഹോർട്ടിക്കൾച്ചർ, MIDH, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. ഈ 3 സംഘടനകളും കൂടിയാണ് എന്തിലുള്ളത്? കൃഷോന്നതി യോജനയിലെ കുഡാ പദ്ധതിയിൽ ഉൾപ്പെടുന്നത് കേട്ടോ. കുഡാ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. ഇസ്രയേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിന്റെ പേരെന്താണ്? ഇസ്രയേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാൻ ഓപ്പറേഷൻ അജയ് ആണ് അല്ലെ. ഇസ്രയേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള പദ്ധതിയാണ് ഇത്. ഓപ്പറേഷൻ അജയ്. 2022-23 ബജറ്റിലെ സുപ്രധാന പദ്ധതിയായ PM ഗതിശക്തിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ഏതെല്ലാം ശരിയാണ്? താഴെ പറയുന്നവയിൽ ഏതെല്ലാം ശരിയാണ്? സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം. ഇത് ശരിയാണോ? ശരിയാണ് അല്ലെ. നമ്മുടെ 2022-23 ബജറ്റിലെ സുപ്രധാന പദ്ധതിയായ PM ഗതിശക്തിയുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? സാമ്പത്തിക വളർച്ചയും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം. ഇന്ത്യൻ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 16 മന്ത്രാലയങ്ങളും വകുപ്പുകളും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണിത്. അത് ശരിയാണോ? ശരിയാണ് അല്ലെ. PM ഗതിശക്തി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 16 മന്ത്രാലയങ്ങളും വകുപ്പുകളും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. ഇനി 5 എഞ്ചിനുകളാൽ നയിക്കപ്പെടുന്നു. 5 എഞ്ചിനുകളാണോ? ആണോ? അല്ല. റെയിൽവേ, റോഡ് ഗതാഗതം, ജലപാതകൾ തുടങ്ങി വിവിധ മേഖലകളെ കൂട്ടിയിണക്കിയുള്ള മൾട്ടി മോഡൽ കണക്ടിവിറ്റി ആണ് ലക്ഷ്യം വെക്കുന്നത്. അത് ശരിയാണോ? ഈ ഒരു പ്രസ്താവന ശരിയാണോ? ആണ് അല്ലെ. ശരിയാണ്. അപ്പൊ PM ഗതിശക്തി 2022-23 ബജറ്റിലെ സുപ്രധാന പദ്ധതിയായിരുന്നു PM ഗതിശക്തി. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. PM ഗതിശക്തി 2022-23 ബജറ്റിലെ ഒരു സുപ്രധാന പദ്ധതിയായിരുന്നു. സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം എന്നതാണ് ഇതിലുണ്ടായിരുന്നത്. പിന്നെ എന്തായിരുന്നു? 16 മന്ത്രാലയങ്ങളും വകുപ്പുകളും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. സർക്കാരിന്റെ കീഴിലുള്ള 16 മന്ത്രാലയങ്ങളും വകുപ്പുകളും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. പിന്നെ എന്തായിരുന്നു? റെയിൽവേ, റോഡ് ഗതാഗതം, ജലപാതകൾ തുടങ്ങിയ വിവിധ മേഖലകളെ കൂട്ടിയിണക്കിയിട്ടുള്ള ഒരു മൾട്ടി മോഡൽ കണക്ടിവിറ്റി ആയിരുന്നു PM ഗതിശക്തി ലക്ഷ്യം വെച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. താഴെ തന്നിരിക്കുന്ന RBIയുടെ പോളിസി കരുതൽ ധനാനുപാത നിരക്കുകളിൽ 2023 ഒക്ടോബർ പ്രകാരം തെറ്റായത് ഏത്? തെറ്റായത്. അപ്പൊ അതിൽ തെറ്റായത് ഓപ്ഷൻ ഡി ബാങ്ക് നിരക്ക് 5.25 എന്നതായിരുന്നു. അപ്പൊ നമുക്ക് ശരിയായ കാര്യങ്ങൾ നോക്കാം. റിപ്പോ നിരക്ക് 2023 ഒക്ടോബർ പ്രകാരം റിപ്പോ നിരക്ക് 6.5 ആയിരുന്നു കേട്ടോ. 6.5 ആയിരുന്നു. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത് 6.75 ആയിരുന്നു. ക്യാഷ് റിസർവ് റേഷ്യോ 4.50 ആയിരുന്നു. ഓക്കെ. അപ്പൊ 2023 ഒക്ടോബർ പ്രകാരം റിപ്പോ നിരക്ക് 6.50 ആയിരുന്നു. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി നിരക്ക് എന്ന് പറയുന്നത് 6.75 ആണ്. ക്യാഷ് റിസർവ് റേഷ്യോ 4.50 ആണ്. 4.50 ആണ്. പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കമ്പോളത്തിൽ എത്തിക്കുന്നതിനെ പറയുന്ന പേരെന്താണെന്ന്. പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കർഷകർ നേരിട്ട് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിൽ എത്തിക്കുന്നു. ഇതിനെ പറയുന്ന പേരെന്താണ്? അപ്നി മാണ്ടി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്നി മാണ്ടി. അത് തന്നെ. അപ്നി മാണ്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരാ? അതെ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്.
ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാ? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും. അതെ, ആർട്ടിക്കിൾ 32 ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത് 42 അല്ലെ? 42 രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ പറയാനാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ്. ശരിയാണോടാ ഇത്? ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ്. ശരിയാണ് അല്ലെ? ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ. രാജ്യസഭയിലെ 250 അംഗങ്ങളാണ് ഉള്ളത്. പരമാവധി കപ്പാസിറ്റി 250 ആണ്. ശരിയാണ്. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. ശരിയാണ്, കറക്റ്റ് ആണ് അല്ലെ? അപ്പൊ രാജ്യസഭയെ കുറിച്ചിട്ടുള്ള 3 പ്രസ്താവനകളായിരുന്നു. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ്, രാജ്യസഭയിൽ പരമാവധി 250 അംഗങ്ങളുണ്ട്, ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. 3 ഓപ്ഷൻസും കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാദേശിക ഗവൺമെന്റുകൾ ഏത് ലിസ്റ്റിലാണ് പെടുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രാദേശിക ഗവൺമെന്റുകൾ ഏത് ലിസ്റ്റിൽ വരും? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത് അല്ലെ? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ലിസ്റ്റുകളെ കുറിച്ചിട്ടുള്ള പട്ടിക ഏതാണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ലിസ്റ്റുകളെ കുറിച്ചിട്ടുള്ള പട്ടിക ഏതാ? 7ാം പട്ടികയാണ് അല്ലെ? ഈ 3 ലിസ്റ്റുകളിലും വരാത്ത വിഷയങ്ങൾ എന്തിലാണ് ഉൾപ്പെടുത്തുന്നത്? യൂണിയൻ, സ്റ്റേറ്റ്, കൺകറന്റ് ഈ 3 ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്തവയാണ് ഏത്? ഏതാ? ആ അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെ? ഇതിനൊരു ഉദാഹരണം പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവശിഷ്ട അധികാരങ്ങൾക്ക് ഉദാഹരണമായിരുന്നു ഏത്? സൈബർ നിയമം. അവശിഷ്ട അധികാരങ്ങൾ ഏത് ഭരണഘടനയിൽ നിന്നാ കടം കൊണ്ടത്? അവശിഷ്ട അധികാരങ്ങൾ കടം കൊണ്ടത് ഏത് രാജ്യത്തിൽ നിന്നാ? കാനഡയിൽ നിന്നാണ് അല്ലെ? ഇനി എത്രയാണ് അവശിഷ്ടാധികാരങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ എത്രയാണ്? ആർട്ടിക്കിൾ ചോദിച്ചാൽ അത് 248 ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം ആർക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്? സുപ്രീം കോടതിക്ക് ഒരു ഉപദേശാധികാരം ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? ഈ ഉപദേശാധികാരം ആർക്ക് വേണ്ടിയാ? രാഷ്ട്രപതിനെ അല്ലെ? രാഷ്ട്രപതിനെ നിയമകാര്യങ്ങളിലൊക്കെ ഉപദേശിക്കാനാണ് ഈ അധികാരം ഉപയോഗിക്കുന്നത്. ഇതിന്റെ ആർട്ടിക്കിളും മുന്നേ PS ചോദിച്ചിട്ടുണ്ട് അല്ലെ? ഈ ഒരു ഉപദേശാധികാരത്തിന്റെ ആർട്ടിക്കിൾ ഏതാ? സുപ്രീം കോടതി രാഷ്ട്രപതിയെ ഉപദേശിക്കുന്നത്. അതെ, 143 ആണ് അല്ലെ? 143 ആണ്. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനാ സമിതി ഏതു രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്? അടുത്ത ക്വസ്റ്റ്യൻ ആണ്. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനാ സമിതി ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്? അതെ, അയർലൻഡിൽ നിന്നാണ്. ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് അല്ലെ? ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്. അപ്പൊ നിർദ്ദേശക തത്വങ്ങൾ ഏത് ഭാഗത്താണെന്ന് പറഞ്ഞേ? ഈ ഭരണഘടനയുടെ ഏത് ഭാഗത്താ നിർദ്ദേശക തത്വങ്ങൾ പറയുന്നത്? നിർദ്ദേശക തത്വങ്ങൾ പറയുന്നത് ഭാഗം 4ലാണ് അല്ലെ? ആർട്ടിക്കിൾ ഏത് മുതൽ ഏത് വരെയാണ്? ആർട്ടിക്കിൾ ഏത് മുതൽ ഏത് വരെയാണെന്ന് പറഞ്ഞേ? 36 മുതൽ 51 വരെയാണ് അല്ലെ? 35 ഇല്ല, 36 മുതൽ 51 വരെയാണ് അല്ലെ? ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചു ഇത് എത്ര ആർട്ടിക്കിളുകളാണെന്ന് ചോദിച്ചു അല്ലെ? അന്ന് 15 എഴുതി വെച്ചവർക്കൊക്കെ തെറ്റിപ്പോയി. എത്ര ആർട്ടിക്കിളുകൾ ഉണ്ട് മൊത്തത്തില്? 16 ആർട്ടിക്കിളുകളാണുള്ളത് അല്ലെ? അപ്പൊ 36 മുതൽ 51 വരെ 16 ആർട്ടിക്കിളുകൾ ഉണ്ട്. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം നമ്മൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇനി ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഈ നിർദ്ദേശക തത്വങ്ങൾ അവതരിപ്പിച്ചത് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്തത് അല്ലെ? ഏത് കമ്മിറ്റി ആയിരുന്നു? സപ്രു കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അല്ലെ? സപ്രു കമ്മിറ്റിയുടെ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ ആണ് അല്ലെ? ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇപ്പോഴത്തെ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? അത് ഗ്യാനേഷ് കുമാർ ആണ്. ഗ്യാനേഷ് കുമാർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഏതാണെന്ന്? ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഇപ്പോൾ ഇന്ത്യയിലാണ്. ചെനാബ് റെയിൽവേ പാലാണ് അല്ലെ? ചെനാബ് റെയിൽവേ പാലാണ്. ഇത് ഈ സമുദ്രനിരപ്പിൽ നിന്നും എത്ര കിലോമീറ്റർ ഉയരത്തിലാണെന്ന? എത്ര മീറ്റർ ഉയരത്തിലാ? 359 മീറ്റർ ഉയരത്തിലാണ് അല്ലെ? 359 മീറ്റർ ഉയരത്തിലാണ്. ഇതിന്റെ നീളം എത്രയായിരുന്നു പറഞ്ഞത്? 1315 മീറ്റർ നീളം അല്ലെ? 1315 ആണ് നീളം എന്ന് പറയുന്നത്. ഉയരം എത്രയായിരുന്നു? 359 മീറ്റർ അല്ലെ? 359 മീറ്റർ ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രതിഭ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്?
സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രതിഭ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? അത് വയോജനങ്ങളാണോ, ഭിന്നശേഷിക്കാരാണോ, സാമൂഹിക പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ളതാണോ, അതോ ട്രാൻസ്ജെൻഡർ ആണോ? അതെ, ട്രാൻസ്ജെൻഡർ ആണ് അല്ലെ. ഇപ്പൊ സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രതിഭ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? അത് മുഖ്യമന്ത്രിയായിരിക്കും. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. എങ്കിൽ അതിന്റെ വൈസ് ചെയർപേഴ്സൺ ആരായിരിക്കും? വൈസ് ചെയർപേഴ്സൺ എപ്പോഴും ആരായിരിക്കും? റവന്യൂ മിനിസ്റ്റർ ആയിരിക്കും. റവന്യൂ മിനിസ്റ്റർ ആയിരിക്കും. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ടത് ഏത് വർഷമാണ് സ്ഥാപിച്ച്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 2007 അല്ലെ. 2007 മെയ് 4-നായിരുന്നു അല്ലെ. 2007 മെയ് 4-നായിരുന്നു. അപ്പൊ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അതുപോലെ അതിന്റെ വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് റവന്യൂ മിനിസ്റ്റർ ആയിരിക്കും. 2007 മെയ് 4-നാണ് എന്ത് വന്നത്? കേരള ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത്. അന്ന് ആരായിരുന്നു? നമ്മുടെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ആയിരുന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ആരാ തെരഞ്ഞെടുപ്പ് നടത്തുക? ആരാ? അത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് അല്ലെ. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാലോ? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ചോദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാലോ? 243 കെ ആണ് അല്ലെ. 243 കെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിന്റെ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം. ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം ആശാ ശോഭനയാണ്. ആശാ ശോഭന കേട്ടോ. ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യത്തെ ഇന്ത്യൻ താരം ആശാ ശോഭനയാണ്. അടുത്ത ചോദ്യം, എംഫിസീമ ഏത് അവയവത്തെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ്? എംഫിസീമ ബാധിക്കുന്നത് ഏതിനെയാണ്? ശ്വാസകോശത്തെ അല്ലെ. പുകവലി അമിതമാകുമ്പോൾ ശ്വാസകോശത്തിനുണ്ടാകുന്ന വീക്കമാണ് എന്ത്? എംഫിസീമ അല്ലെ. എംഫിസീമ എന്ന് പറയുന്നത് ശ്വാസകോശത്തെ ബാധിക്കുന്നതാണ്. ASM-BYQ ആണ്. ഉറക്കത്തിന്റെയും ഉണർവിന്റെയും താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഉറക്കത്തിന്റെയും ഉണർവിന്റെയും താളക്രമം പാലിക്കുന്നതിന് മെലാറ്റോണിൻ ആണ് അല്ലെ. മെലാറ്റോണിൻ ആണ്. ഉറക്കത്തിന്റെയും ഉണർവിന്റെയും താളക്രമം പാലിക്കുന്നത് മെലാറ്റോണിൻ ആണ്. ഈ മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥിയാ? മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് അത് പീനിയൽ ഗ്രന്ഥിയാണ് അല്ലെ. പീനിയൽ ഗ്രന്ഥിയാണ്. പീനിയൽ ഗ്രന്ഥിയാണ്. പീനിയൽ ഗ്രന്ഥിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തൈറോയിഡിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു. തൈറോയിഡിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു അയോഡിൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. 35-ാമത്തെ ക്വസ്റ്റ്യൻ എത്തി നമ്മൾ. 35-ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അപ്പൊ 36-ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാണ്. ഓസോൺ പാളിയെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് പറയണം. ഓസോൺ പാളിയുടെ ഭൂരിഭാഗവും ട്രോപ്പോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. അത് ശരിയാണോ? നമ്മൾ എന്താ പഠിച്ചു വെച്ചിട്ടുള്ളത്? ഓസോൺ പാളിയുടെ ഭൂരിഭാഗവും എന്നല്ല, മുഴുവനും എവിടെ തന്നെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഓപ്ഷൻ 1 തെറ്റാണ്. അടുത്ത ഓപ്ഷൻ, ക്ലോറോഫ്ലൂറോ കാർബണുകൾ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു. CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ, അത് ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്നു. ഓപ്ഷൻ 2 ശരിയാണ്. അടുത്ത ഓപ്ഷൻ, സൂര്യന്റെ അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്ന് ഓസോൺ ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നു. ഇത് ശരിയാണോ? ശരിയാണ് അല്ലെ. ഓസോൺ പാളി അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നുണ്ട്. അപ്പൊ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുണ്ടായത്. ഓസോൺ പാളി എവിടെ കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ക്ലോറോ ഫ്ലൂറോ കാർബണുകള് ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു. അതുപോലെ സൂര്യന്റെ അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്ന് ഓസോൺ ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നു അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പെല്ലഗ്ര ഏത് ജീവകത്തിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ്? പെല്ലഗ്ര ഏത് ജീവകത്തിന്റെ അപര്യാപ്തത മൂലം? B3 അല്ലെ. B3 അഥവാ നിയാസിൻ എന്നറിയപ്പെടുന്നു അല്ലെ. B3 അഥവാ നിയാസിന്റെ അഭാവം മൂലമാണ് പെല്ലഗ്ര
വെല്ലഗ്രാം. ഒരു ലെൻസിന്റെ പവർ +2.5D ആണ്. ഇത് ഏതു ലെൻസ് ആണ്? ഇതിന്റെ ഫോക്കസ് ദൂരം എത്ര? എങ്ങനെയാണ് അത് പറയുന്നേ? അപ്പൊ ഇത് കോൺവെക്സ് ലെൻസ് ആണ് അല്ലെ? +2.5D എന്ന് പറയുമ്പോൾ ഇത് കോൺവെക്സ് ലെൻസ് ആണ്. ഇതിന്റെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ ആയിരിക്കും കേട്ടോ. 40 സെന്റിമീറ്റർ ആയിരിക്കും. താഴെ പറയുന്നവയിലെ ഏതിലാണ് ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കൂടുതൽ? താഴെ പറയുന്നവയിലാണ് പറയേണ്ടത് കേട്ടോ. വായു, ശൂന്യത, വെള്ളം, സ്റ്റീല്. ഈ ഓപ്ഷൻ തരുമ്പോൾ നമ്മൾ ഏതാ ചൂസ് ചെയ്യണ്ടേ? താഴെ പറയുന്നവയിൽ ഏതിലാണ് ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കൂടുതൽ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റീലിലാണ് അല്ലെ? സ്റ്റീലിലാണ്. ഇപ്പോ വായു, വെള്ളം, അതുപോലെ ഖരം എന്നാണ് തരുന്നതെങ്കിൽ ഖരത്തിലാണ് കൂടുതൽ. ഇവിടെ ആ ഖരത്തിൽ തന്നെ സ്റ്റീലിലാണ് കൂടുതൽ അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ISROയുടെ മൂന്നാമത്തെ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയത് എന്നാണ്? 2023 ആഗസ്റ്റ് 23 ആണ് അല്ലെ? 2023 ഓഗസ്റ്റ് 23 ലവണങ്ങളുടെ ജലീയ ലായനിയുടെ pH മൂല്യം താഴെ കൊടുത്തിട്ടുണ്ട്. ശരിയായ പ്രസ്താവനകൾ. അമോണിയം ക്ലോറൈഡ് ജലീയ ലായനിയുടെ pH മൂല്യം 7ൽ കുറവാണ്. ഇത് ശരിയാണോ? ശരിയാണ് അല്ലെ? അമോണിയം ക്ലോറൈഡിന്റെ ജലീയ ലായനിയുടെ pH മൂല്യം 7ൽ കുറവാണ്. ഇത് അസിഡിക് സ്വഭാവമാണ്. ഇനി അടുത്തത് NaNO3 ജലീയ ലായനിയുടെ pH മൂല്യം 7ൽ കൂടുതലാണ്. NaNO3 ജലീയ ലായനിയുടെ pH മൂല്യം 7ൽ കൂടുതലാണ്. ഇത് ശരിയാണോ? അത് തെറ്റായി പോയി കേട്ടോ. അത് തെറ്റായി പോയി. അതും 7ൽ കുറവാണ് വേണ്ടിയിരുന്നത്. ഇനി അടുത്തത് വായിക്കാം. CH3COONA കേട്ടോ. അത് എന്താണ് അതിന്റെ രാസനാമം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ. അപ്പൊ അവിടെ സൂത്രമായിട്ടാണ് തന്നിട്ടുള്ളത്. CH3COONA. ഈ ജലീയ ലായനിയുടെ pH മൂല്യം 7ൽ കൂടുതലാണെന്ന് പറയുന്നു. ഇത് കറക്റ്റ് ആണ് കേട്ടോ. കെമിസ്ട്രി എനിക്ക് അത്ര വശമില്ലാത്തതുകൊണ്ട് എനിക്കതിന്റെ വിശദമായ പേരുകളൊന്നും അറിഞ്ഞൂടാ. ഓക്കെ. അപ്പൊ അത് അപ്പൊ അതിങ്ങനെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് കടന്നു പോവാം. അപ്പൊ Na4Cl എന്ന് പറഞ്ഞാൽ NH4Cl എന്ന് പറഞ്ഞാൽ അത് അമോണിയം ക്ലോറൈഡ് ആണ്. കൊമേഴ്സ് ആണ്. ഓക്കെ. അപ്പൊ അമോണിയം ക്ലോറൈഡ് ആണ്. അതിന്റെ pH മൂല്യം 7ൽ കുറവാണ്. അത് കറക്റ്റ് ആണ്. എന്നാൽ NaNO3 ജലീയ ലായനിയുടെ pH മൂല്യം 7ൽ കൂടുതലാണെന്ന് പറഞ്ഞത് തെറ്റാണ്. അത് 7ൽ കുറവാണ്. ഓക്കെ. ഇനി അടുത്തതായിട്ട് തന്നിട്ടുള്ളത് ഏതായിരുന്നു? CH3COONA. ഈ ജലീയ ലായനിയുടെ pH മൂല്യം 7ൽ കൂടുതലാണ്. ഇത് ശരിയാണ് കേട്ടോ. 7ൽ കൂടുതലാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനും അതുപോലെ തന്നെയാണ്. ഇവിടെ റിഡോക്സ് പ്രവർത്തനം അല്ലാത്തത് ഏതെന്ന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതിൽ ശരിയായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് CaCO3 CaO+CO2 ആയി മാറുന്നത് റിഡോക്സ് പ്രവർത്തനം അല്ല എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. CaCO3 CaO+CO2 അതായത് കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് മാറുന്ന ആ പ്രവർത്തനത്തില് ആണ് എന്ത്? റിഡോക്സ് പ്രവർത്തനം അല്ലാത്തത് എന്ന് പറയുന്നു കേട്ടോ. അല്ലാത്തത് എന്ന് പറയുന്നു. ഇനി ഓരോ മൂലകങ്ങളും അതിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയും കൊടുത്തിട്ടുണ്ട്. ശരിയായ രീതിയിൽ ചേർത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ബോറോണിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എത്രയാണ്? ബോറോണിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി അത് 2 ആണ് കേട്ടോ. ബോറോണിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി 2 ആണ്. കാർബണിന്റെ ആണെങ്കിലോ കാർബണിന്റെ 2.5 ആണ്. കാർബണിന്റെ 2.5 ആണ്. നൈട്രജൻ ആണെങ്കിലോ നൈട്രജന്റേത് 3 ആണ് കേട്ടോ. നൈട്രജന്റേത് 3 ആണ്. ബെറീലിയത്തിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എത്രയാണ്? ബെറീലിയത്തിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് 1.5 ആണ് കേട്ടോ. അപ്പൊ നമുക്കത് ഒന്നുകൂടി നോക്കാം. ബോറോണിന്റെ എത്രയാണെന്നാ പറഞ്ഞത്? 2. ബോറോൺ 2, കാർബൺ 2.5, നൈട്രജൻ 3,
ബെറീലിയം 1.5 അല്ലെ. ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. 2023 രസതന്ത്രത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ച കണ്ടുപിടുത്തം ഏത്? 2023 രസതന്ത്രത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ച കണ്ടുപിടുത്തം ഏതാ? ഇത് വീണ്ടും ഈ ക്വസ്റ്റ്യൻ വേറെ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ക്വാണ്ടം ഡോട്ട്സുകളുടെ കണ്ടുപിടുത്തത്തിനാണ് കേട്ടോ. 2023 രസതന്ത്രത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ച കണ്ടുപിടുത്തമായിരുന്നു ക്വാണ്ടം ഡോട്ട്സ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1847 ഹെർമൻ ഗുണ്ടർട്ട് ആദ്യത്തെ മലയാള പത്രം രാജ്യസമാചാരം ആരംഭിച്ചു. ഈ പ്രസ്താവന കറക്റ്റ് ആണോ? കറക്റ്റ് ആണ് അല്ലെ. അപ്പൊ ഹെർമൻ ഗുണ്ടർട്ട് ആദ്യത്തെ മലയാള പത്രം ആരംഭിച്ചത് ഏത് വർഷാന്ന് ചോദിച്ചാൽ 1847 അല്ലെ. 1847 എന്തായിരുന്നു പേര്? രാജ്യസമാചാരം അല്ലെ. കണ്ണൂർ തലശ്ശേരി ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അതും ഇപ്പൊ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഹെർമൻ ഗുണ്ടർട്ട് ആദ്യത്തെ മലയാള പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമായിരുന്നു? 1847 എവിടെ നിന്നാ? ആ കണ്ണൂർ തലശ്ശേരി ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നായിരുന്നു അല്ലെ. രാജ്യസമാചാരം. മലയാളത്തിന്റെ രണ്ടാമത്തെ പത്രം പശ്ചിമോദയം ഹെർമൻ ഗുണ്ടർട്ട് 1847 ആരംഭിച്ചു. ഇത് ശരിയാണോ? രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ് അല്ലെ. ഓക്കെ. അപ്പോ മലയാളത്തിലെ രണ്ടാമത്തെ പത്രമായ പശ്ചിമോദയവും ഹെർമൻ ഗുണ്ടർട്ട് 1847 ആരംഭിച്ചത്. അപ്പൊ അവിടെ രണ്ട് സംഭവം നമുക്ക് കിട്ടിയില്ലേ? എന്തൊക്കെയാണ്? 1847 ഹെർമൻ ഗുണ്ടർട്ട് ആദ്യത്തെ മലയാള പത്രം രാജ്യസമാചാരം ആരംഭിച്ചു. അതേ വർഷം തന്നെ രണ്ടാമത്തെ പത്രമായ പശ്ചിമോദയവും ആരംഭിച്ചത് ആര് തന്നെയാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. അത് രണ്ടും ശരിയാണ് കേട്ടോ. എന്നാൽ ഹെർമൻ ഗുണ്ടർട്ട് ലണ്ടൻ മിഷൻ സൊസൈറ്റിയിൽ അംഗമായിരുന്നു എന്ന് മൂന്നാമത്തെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇത് ശരിയാണോ? ഹെർമൻ ഗുണ്ടർട്ട് ലണ്ടൻ മിഷൻ സൊസൈറ്റിയിലായിരുന്നോ അംഗം? അല്ല അല്ലെ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനിലായിരുന്നു കേട്ടോ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനിലായിരുന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രാൻസിലെ പാരീസിൽ 2020 നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യ ഒരു വെള്ളി മെഡലും 5 വെങ്കല മെഡലുമായി മെഡൽ പട്ടികയിൽ 71 സ്ഥാനത്തായിരുന്നു. ഈ പ്രസ്താവന തെറ്റാണെന്നാ കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാ തെറ്റായി പോയത്? 5 വെങ്കല മെഡലും 1 വെള്ളി മെഡലും അത് കറക്റ്റ് ആണ്. പക്ഷെ സ്ഥാനം 71 ആയിരുന്നില്ല അല്ലെ. അപ്പൊ ആ പ്രസ്താവന തെറ്റാണ് കേട്ടോ. 1ഉം 2ഉം പ്രസ്താവന തെറ്റ് എന്നായിരുന്നു. അപ്പൊ അടുത്ത ഓപ്ഷൻ വായിക്കാം. 2020 ടോക്കിയോ ഒളിമ്പിക്സിലും 2024 പാരീസ് ഒളിമ്പിക്സിലും പുരുഷ ഹോക്കി ടീമിൽ ഗോൾ കീപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞതും തെറ്റാണ് കേട്ടോ. തെറ്റാണ്. അപ്പൊ ആദ്യത്തെ രണ്ട് പ്രസ്താവനകളും തെറ്റായിരുന്നു. എന്നാൽ ഈ ശ്രീജേഷിന് 2019 പത്മശ്രീയും 2025 പത്മഭൂഷണും ലഭിച്ചു എന്ന് പറയുന്നത് ശരിയാണ് കേട്ടോ. അപ്പൊ മൂന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. ആദ്യത്തെ രണ്ട് ഓപ്ഷനും തെറ്റായിരുന്നു. തന്നിരിക്കുന്നവര് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആദ്യത്തെ രണ്ട് പ്രസ്താവനകളും തെറ്റായിരുന്നു. ഓക്കെ ആണല്ലോ. ഡൗട്ട് ഇല്ലല്ലോ. ആ ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഇല്ലല്ലോ. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവരിൽ ശരിയായ പ്രസ്താവന ഏത്? നാലാപ്പാട്ട് നാരായണ മേനോനും മുകുന്ദരാജയും ചേർന്ന് 1930 കേരള കലാമണ്ഡലം തൃശൂർ ജില്ലയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥാപിച്ചു. ഇത് തെറ്റാണോ ശരിയാണോ? ഇത് തെറ്റാണ് അല്ലെ. നാലാപ്പാട്ട് നാരായണ മേനോനും മുകുന്ദരാജയും ചേർന്നല്ല, വള്ളത്തോൾ നാരായണ മേനോനും മുകുന്ദരാജയും ചേർന്നാണ് 1930 കേരള കലാമണ്ഡലം തൃശൂർ ജില്ലയിൽ ആരംഭിച്ചത് അല്ലെ. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ധാരാളം ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ. ഏത് വർഷമാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചേ? 1930. ഏത് പുഴയുടെ തീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്ത്. ആരൊക്കെ ചേർന്നാണ് എന്ന് ചോദിച്ചാൽ വള്ളത്തോൾ നാരായണ മേനോനും മുകുന്ദരാജയും. ഇനി കേരള കലാമണ്ഡലം ഏത് ജില്ലയിലാണെന്ന് വേണമെങ്കിൽ ചോദിച്ചാലോ? അത് തൃശ്ശൂർ ജില്ലയിലാണ് അല്ലെ. തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ്. ആ നാലാപ്പാട്ട് നാരായണ മേനോൻ ആയിരുന്നില്ല, വള്ളത്തോൾ നാരായണ മേനോനായിരുന്നു അല്ലെ. അതുകൊണ്ട് ആ പ്രസ്താവന തെറ്റാണ്. ഇനി 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വംശനാശത്തിന്റെ വക്കിലെത്തിയ കഥകളി, കൂടിയാട്ടം, മോഹിനിയാട്ടം മുതലായ കലകളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങൾക്കാണ് പ്രശസ്തമാണ് കേരള കലാമണ്ഡലം. ഇത് ശരിയാണോ? ശരിയാണ് അല്ലെ. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലായിരുന്നു കഥകളി, കൂടിയാട്ടം, മോഹിനിയാട്ടം മുതലായ കലകളെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അല്ലെ. കേരള കലാമണ്ഡലത്തെ 2006 ഇന്ത്യ ഗവൺമെന്റ് ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് പ്രഖ്യാപിച്ചു. ഇത് ശരിയാണോ? പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇവർ ആൻസർ കീയില് ഇത് ശരിയായിട്ടെന്നാണ് കൊടുത്തത്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. 2007 കൽപ്പിത സർവകലാശാല പദവി കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് അല്ലെ. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്തോ ഓപ്ഷൻ 2ഉം 3ഉം ആണ് ശരിയായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ.
അപ്പൊ അതും ഒന്ന് മനസ്സിൽ വെച്ചോളൂ. അതെ. അപ്പൊ 2007 എന്നുള്ളതും ഉണ്ട്. റാങ്ക് ഫയലിലൊക്കെ 2007 എന്നാണുള്ളത്. ആ. ഏതാ പഠിക്കേണ്ടത്? രണ്ടും പഠിച്ചു വെച്ചോ. ഓപ്ഷനിൽ ഏതാണോ വരുന്നേ അത് ചെയ്യാം. ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാണേ. താഴെ പറയുന്നവരിൽ ശരിയായ പ്രസ്താവന ഏത്? 2019 ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ 55ാമത് ജേതാവാണ് അച്യുതം അച്യുതൻ നമ്പൂതിരി. ശരിയാണോ? ആ, ശരിയാണ് അല്ലെ. അപ്പൊ 2019 ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ 55ാമത്തെ ജേതാവാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി അല്ലെ. 55ാമത് ജ്ഞാനപീഠം ലഭിച്ച ആളാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഏതായിരുന്നു വർഷം? 2019. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്നീ വരികൾ അക്കിത്തത്തിന്റെ 20ാം നൂറ്റാണ്ടിലെ ഇതിഹാസം എന്ന കൃതിയിലേതാണ്? ശരിയാണോ അത്? ശരിയാണ് അല്ലെ. വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, തമസല്ലോ സുഖപ്രദം അക്കിത്തത്തിന്റെ 20ാം നൂറ്റാണ്ടിലെ ഇതിഹാസം എന്ന കൃതിയിലെ വരികളാണ്. ജ്ഞാനപീഠ പുരസ്കാരം മലയാളത്തിൽ ആദ്യമായി ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിനാണ്. അത് ശരിയാണോ? ജ്ഞാനപീഠ പുരസ്കാരം മലയാളത്തിൽ ആദ്യമായി ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിനാണോ? ശരിയാണ് അല്ലെ. അപ്പൊ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നമുക്ക് ഒന്നുകൂടി നോക്കാം. അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് എത്രാമത് ജ്ഞാനപീഠാണ് ലഭിച്ചത്? എത്രാമത് ജ്ഞാനപീഠ ലഭിച്ചത്? 55ാമത്തെ. ഏത് വർഷമായിരുന്നു? ഏത് വർഷമായിരുന്നു? 2019 അല്ലെ. 2019. ഇനി മലയാളത്തിൽ ആദ്യമായിട്ട് ജ്ഞാനപീഠം ലഭിച്ചത് ആർക്കായിരുന്നു? മലയാളത്തിൽ ആദ്യമായിട്ട് ജ്ഞാനപീഠം ലഭിച്ചത് ആർക്കായിരുന്നു? ജി ശങ്കരക്കുറുപ്പിനായിരുന്നു. ജി ശങ്കരക്കുറുപ്പിനായിരുന്നു അല്ലെ. ഇനി വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന വരികൾ ആരുടെയാണ്? ഏത് കൃതിയിലെയാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കൃതിയിലേതാണ്. ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവരുടെ ശരിയായ പ്രസ്താവന. വക്കം അബ്ദുൽ ഖാദർ മൗലവി മലബാർ മുസ്ലിം മഹാസഭ രൂപീകരിച്ചു. ഇത് ശരിയാണ്. മലബാർ മുസ്ലിം മഹാസഭ എന്നാണോ പറഞ്ഞിട്ടുള്ളത്? മലബാർ മുസ്ലിം മഹാസഭയായിരുന്നോ? അല്ല. തിരുവിതാംകൂർ മുസ്ലിം മഹാസഭയാണ് അല്ലെ. അപ്പൊ അത് തെറ്റാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാസഭയാണ് രൂപീകരിച്ചത് എന്നുള്ളതാണ് ശരിയായത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ്. അത് ശരിയാണോ? ശരിയാണ് അല്ലെ. 1905 സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായി പ്രവർത്തിച്ചിരുന്നത് കെ രാമകൃഷ്ണ പിള്ളയാണ്. അത് ശരിയാണോ? ശരിയാണ് അല്ലെ. എഡിറ്ററായിട്ട് പ്രവർത്തിച്ചത് കെ രാമകൃഷ്ണ പിള്ളയാണ്. 1906 അദ്ദേഹം എഡിറ്ററായിട്ട് വന്നേ അല്ലെ. അപ്പോ സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായിട്ട് പ്രവർത്തിച്ചിരുന്നത് കെ രാമകൃഷ്ണ പിള്ളയായിരുന്നു. 1906. പക്ഷെ ആദ്യത്തെ എഡിറ്റർ വേറൊരാളാ അല്ലെ. എന്തായിരുന്നു പേര്? ആദ്യത്തെ എഡിറ്ററുടെ പേര് എന്തായിരുന്നു? 1910 നാട് കടത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ എഡിറ്റർ ആരാ? ഗോവിന്ദൻ അല്ലെ. ഗോവിന്ദൻ ആയിരുന്നു കേട്ടോ. ഒരു ഇനീഷ്യൽ കൂടിയുണ്ട്. ഗോവിന്ദന് ഒരു ഇനീഷ്യൽ കൂടിയുണ്ട്. ഞാൻ മറന്നുപോയി. ഇനീഷ്യലി മറന്നുപോയി. എം ഗോവിന്ദൻ ആയിരുന്നു. ഓക്കെ. എന്തായാലും ഗോവിന്ദൻ ആണ് അല്ലെ. ഓക്കെ. അപ്പോൾ താഴെ പറയുന്നവരുടെ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ്. അതുപോലെ എഡിറ്ററായിട്ട് പ്രവർത്തിച്ചത് കെ രാമകൃഷ്ണ പിള്ളയാണ് അല്ലെ. എന്നാൽ മലബാർ മുസ്ലിം മഹാസഭയല്ല, തിരുവിതാംകൂർ മുസ്ലിം മഹാസഭയാണ് ആര് സ്ഥാപിച്ചത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ചത്. CP ഗോവിന്ദപിള്ളയാണെന്ന് അല്ലെ. മറ്റേ നമ്മുടെ ഏതിന്റെയാണ്? സ്വദേശാഭിമാനിയുടെ ആദ്യത്തെ എഡിറ്റർ അല്ലെ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. നമുക്ക് 10 മലയാളം ക്വസ്റ്റ്യൻ കൂടി നോക്കാം. സോമൻ, വിധു, ഇന്ദു ഇവ എന്തിന്റെ പര്യായമാണ്? സോമൻ, വിധു, ഇന്ദു ഇവ എന്തിന്റെ പര്യായ? ചന്ദ്രന്റെ പര്യായാണ് അല്ലെ. ചന്ദ്രന്റെ പര്യായാണ്. ഇനി തെറ്റായ പദം പറയാൻ. അപ്പൊ ഏത് രൂപത്തിലാണ് എഴുതുന്നത് എന്ന് പറഞ്ഞാൽ മതി. ഐച്ഛികം എന്നത് എങ്ങനെയാണ് എഴുതുന്നത്? ഐച്ഛികം. ഐച്ഛികം. ഐച്ഛികത്തിന് ച എന്ന് പറയുന്നത് അച്ഛൻ എന്ന് എഴുതുമ്പോഴത്തെ ചായാണ് അല്ലെ. ഐച്ഛികം. അച്ഛന്റെ ചായാണ്. യാദൃച്ഛികം എന്നാണെങ്കിലോ അതും ആണ് അല്ലെ. യാദൃച്ഛികം, ഐച്ഛികം എല്ലാം അച്ഛന്റെ ചായാണ്. മലയാളം ഇല്ല. നന്നായി. അനാച്ഛാദനം എങ്ങനെ എഴുതുന്നത്? അതിലും അച്ഛന്റെ ചായാണ് കേട്ടോ. അപ്പൊ ഐച്ഛികം, യാദൃച്ഛികം, അനാച്ഛാദനം മൂന്നും ഒരുപോലെയാണ് എഴുതുന്നത്. ഈ യാദൃച്ഛികം യാദൃച്ഛികം അല്ല, യാദൃച്ഛികം എന്നാണ് പറയുന്നത് അല്ലെ. ചായ അല്ല. ഓക്കെ.
ഇവിടെ തെറ്റായിട്ട് തന്ന പദം വൃശ്ചികമായിരുന്നു. വൃശ്ചികം. വൃശ്ചികത്തിന് വരേണ്ട ഛായായിരുന്നു അത് കേട്ടോ. യാദൃച്ഛികം പക്ഷെ എങ്ങനെയാ എഴുതുന്നത്? ആ കറക്റ്റ്. ഓക്കെ. അപ്പൊ ഇവിടെ തെറ്റായിട്ട് തന്നത് വൃശ്ചികം. ഇങ്ങനെയാണ് വൃശ്ചികം എഴുതേണ്ടത്. പക്ഷെ ഇവിടെ അച്ഛന്റെ ഛ വെച്ച് തന്നത് തെറ്റായി പോയി. ഓക്കെ. അപ്പൊ ഐച്ഛികം, യാദൃച്ഛികം, അനാച്ഛാദനം ഇത് മൂന്നും അച്ഛന്റെ ഛായാണ് വരുന്നത് കേട്ടോ. ഇനി വൃശ്ചികാണെങ്കിൽ ഷായും ഛായും ചേർന്നാണ്. ഷ, ഛ ഇത് രണ്ടും ചേർന്നതാണ്. നാഗം എന്നതിന്റെ വിപരീത പദം എന്താണ്? നാഗം എന്നതിന്റെ വിപരീത പദം നാഗം. നാഗം. നാഗം എന്ന് വെച്ചാൽ എന്താ? സ്വർഗം എന്നാണ് അല്ലെ. അപ്പൊ അതിന്റെ വിപരീതം എന്താണ്? നരകം അല്ലെ. നാഗം വിപരീതം നരകം. നരകം. ചെയ്യേണ്ടത് ചെയ്ത എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? കൃതകാര്യ, കൃതകൃത്യ, കൃതജ്ഞത, കൃതജ്ഞത ഏതാണ്? കൃതകൃത്യ അല്ലെ. കൃതകൃത്യ. ഇത് പോലീസിന്റെ എക്സാം ആയതുകൊണ്ട് തന്നെ അവരുടെ ഒരു ആപ്തവാക്യമോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ. ദൃഢകൃത്യേ കൃതകൃത്യേന്നോ അങ്ങനെ എന്താ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അല്ലെ. അപ്പോ അതുമായി ബന്ധപ്പെടുത്തിയിട്ടായിരിക്കണം ഇത് ചോദിച്ചത് കേട്ടോ. അപ്പൊ ചെയ്യേണ്ടത് ചെയ്യുക എന്ന അർത്ഥത്തിലുള്ളതായിരുന്നു ഏത്? കൃതകൃത്യേ കേട്ടോ. കൃതകൃത്യേ. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. മൃദുഭാവേ ദൃഢകൃത്യേ. അങ്ങനെയാണ് അല്ലെ. മൃദുഭാവേ ദൃഢകൃത്യേ. ഓക്കെ. കേൾക്കാൻ രസമുള്ള ഓപ്ഷൻസ് ഒക്കെ കറുപ്പിച്ചിട്ട് വരാം അല്ലെ. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഓരോരുത്തർക്കും പ്രത്യേകമായി ഓരോ പുസ്തകം കൊടുക്കണം. അതിലെന്താ തെറ്റ്? ഓരോരുത്തർക്കും പ്രത്യേകമായി ഓരോ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ പുസ്തകം കൊടുക്കണം. ഓപ്ഷൻ ഡി ആയിരുന്നു ശരി കേട്ടോ. ഓരോരുത്തർക്കും ഓരോ പുസ്തകം കൊടുക്കണം. അത്രയും മതി അല്ലെ. വെറുതെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിദ്വാനം എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന്? നിദ്വാനം. ഈ ധ ഉണ്ടല്ലോ, നാ തിരിച്ചിട്ട ധായാണ് കേട്ടോ. നിദ്വാനം. നിദ്വാനം. നിദ്വാനം ശബ്ദം അല്ലെ. നിദ്വാനം എന്താണ്? ശബ്ദം. നിദ്വാനം ശബ്ദം എന്നാണ് അർത്ഥം കേട്ടോ. നിധ്വാനം. നിധ്വാനം കേട്ടോ. എന്തോന്ന്? നിധ്വാനം. നിധ്വാനം ശബ്ദമാണ് കേട്ടോ. ശബ്ദമാണ്. ഇതൊക്കെ PYQ ആണ്. അപ്പൊ എരുതീയിൽ എണ്ണയൊഴിക്കുക എന്ന ശൈലിയുടെ ഉചിതമായ പരിഭാഷ. എരുതീയിൽ എണ്ണയൊഴിക്കുക എന്ന ശൈലിയുടെ ഉചിതമായ പരിഭാഷ. ടു ആഡ് ഫ്യൂവൽ ടു ദ ഫയർ അല്ലെ. ടു ആഡ് ഫ്യൂവൽ ടു ദ ഫയർ എന്നതാണ്. എരുതീയിൽ എണ്ണയൊഴിക്കുക. ടു ആഡ് ഫ്യൂവൽ ടു ദ ഫയർ എന്നതാണ്. ഓക്കെ. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ബഹുവചന രൂപമല്ലാത്തത് ഏത്? മക്കൾ, ആണുങ്ങൾ, അമ്മമാർ, പെങ്ങൾ. ഇതിൽ ഒരെണ്ണം ബഹുവചനം അല്ല, ഏകവചനമാണ്. ഏതാ? അത് പെങ്ങൾ എന്നതാണ് അല്ലെ. പെങ്ങൾ എന്നത് എന്താണ്? ഏകവചനമാണ്. ഇനി ജഗ്ന മനസ്സ് പിരിച്ചെഴുതുക. ജഗ്ന മനസ്സ് പിരിച്ചെഴുതുക. എങ്ങനെയാണ് ജഗ്ന മനസ്സിനെ പിരിച്ചെഴുതുക? ജഗത്ത് പ്ലസ് മനസ്സാണ് കേട്ടോ. ജഗത്ത് പ്ലസ് മനസ്സാണ് എന്ത്? ജഗ്ന മനസ്സ്. ജഗ്ന മനസ്സ് പിരിച്ചെഴുതുമ്പോ എന്താകും? ജഗത്ത് പ്ലസ് മനസ്സ്. ജഗത്ത് പ്ലസ് മനസ്സ്. അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലെ. ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ആശിച്ചു കാലം കഴിക്കുന്നവൻ. ആശിച്ചു കാലം കഴിക്കുന്നവൻ. ഓക്കെ. അപ്പൊ നമുക്ക് ഈ 10 മലയാളം ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. എന്തായിരുന്നു? ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം ആശിച്ചു കാലം കഴിക്കുക. ആലത്തൂർ കാക്ക ആശിച്ചു കാലം കഴിക്കുക. അതുപോലെ ജഗ്ന മനസ്സ് അതൊന്ന് ഓർത്തു വെച്ചോ. ജഗ്ന മനസ്സ് ജഗത്ത് പ്ലസ് മനസ്സ് ചേർത്ത് എഴുതുമ്പോൾ ജഗ്ന മനസ്സ് എന്നാവും അല്ലെ. ത എന്നുള്ളത് പോയിട്ട് അന്ന എന്നത് വരും. ജഗ്ന മനസ്സ് എന്നാകും. ഇനി പെങ്ങൾ എന്ന് പറയുന്നത് ഒരു ഏകവചന രൂപമാണ് അല്ലെ. പെങ്ങൾ എന്ന് പറയുന്നത് ഒരു ഏകവചന രൂപമാണ്. എരുതീയിൽ എണ്ണയൊഴിക്കുക എന്ന ശൈലിയുടെ ഉചിതമായ പരിഭാഷയാണ് ടു ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. ടു ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. നിദ്വാനം എന്ന പദത്തിന്റെ അർത്ഥം. നിദ്വാനം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ശബ്ദം. അധ്വ എങ്ങനെയാണ്? ധ നാ തിരിച്ചിട്ട ധായാണ് കേട്ടോ. നിദ്വാനം. ഇനി ശരിയായ വാക്യം ഓരോരുത്തർക്കും ഓരോ പുസ്തകം കൊടുക്കണം എന്നതാണ് അല്ലെ. ഓരോരുത്തർക്കും പ്രത്യേകമായി എന്നൊന്നും വേണ്ട അല്ലെ. ഓരോരുത്തർക്കും എന്ന് പറയുമ്പോൾ പിന്നെ പ്രത്യേകമായി എന്ന് എടുത്ത്
പറയേണ്ട ആവശ്യം ഇല്ല. ഓക്കെ. ചെയ്യേണ്ടത് ചെയ്യുക എന്ന അർത്ഥത്തിലുള്ളത് എന്താണ്? കൃത, കൃത്യ. കൃത, കൃത്യ. ഓക്കെ. നാഗം എന്നതിന്റെ വിപരീതമാണ് നരകം. നാഗം, നരകം. സോമൻ, വിധു, ഇന്ദു ഇവ എന്തിന്റെ പര്യായമാണ്? സോമൻ, വിധു, ഇന്ദു. ചന്ദ്രൻ. ചന്ദ്രന്റെയാണ് കേട്ടോ. സൂര്യനല്ല, ചന്ദ്രൻ. ചന്ദ്രന്റെ പര്യായങ്ങളാ. സോമൻ, വിധു, ഇന്ദു എന്നിവ ചന്ദ്രന്റെ പര്യായങ്ങളാണ്. ഓക്കെ. അപ്പൊ ഐച്ഛികം എങ്ങനെയാ എഴുതുന്നേ? ഐച്ഛികം. ഐച്ഛികം. ആ ഐച്ഛികം. ഐച്ഛികം. സോമൻ സണ്ണല്ല, സോമൻ ചന്ദ്രനാ. അച്ഛന്റെ ഓർത്തു വെച്ചോ കേട്ടോ. ഐച്ഛികം, യാദൃച്ഛികം, അനാച്ഛാദനം ഇതിലൊക്കെ ഉണ്ട്. ഈ അനാച്ഛാദനം മുന്നേയും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അനാച്ഛാദനം. ഓക്കെ. അപ്പൊ വൃശ്ചികം എന്നത് എങ്ങനെ എഴുതുക? വൃശ്ചികം എന്നത് എങ്ങനെ എഴുതുക? വൃശ്ചികം. ഷായും ചായും ചേർന്ന് വരണം കേട്ടോ. വൃശ്ചികം അല്ലെ? ഷായും ചായും ചേർന്ന് വരണം. അതെ. ഈ സോമൻ ഉണ്ടല്ലോ, 2021 LD ക്ലർക്കിനാണെന്ന് തോന്നുന്നു. സോമൻ എന്തിന്റെ പര്യായാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചന്ദ്രന്റെ അല്ലെ? ചന്ദ്രൻ. അപ്പൊ അന്ന് വന്നൊരു BYQ തന്നെയാണത് കേട്ടോ. ചന്ദ്രൻ. അപ്പൊ ഇതാ വീണ്ടും ചോദിച്ചിരിക്കുന്നു. സോമൻ, വിധു, ഇന്ദു എന്നിവ ചന്ദ്രന്റെ പര്യായങ്ങളാണ്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. ടാറ്റാ. ഗുഡ് നൈറ്റ്.